മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ എക്സ്റ്റൻഷൻ പ്രോഗ്രാമാണ് മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി ഓഫ് ദ തേർഡ് ഏജ്. MGU3A തൃശൂർ ജില്ല, ബട്ടർഫ്ലൈ ഫൗണ്ടേഷൻ, ഉപഭോക്തൃ സംരക്ഷണ സമിതി എന്നിവരുടെ ആഭിമുഖ്യത്തിൽ ഹരിതമുറ്റം, മുതിർന്നവർക്കുള്ള ജൈവ കൃഷിയിൽ പരിശീലന പരിപാടി ജവഹർ ബാലഭവനിൽ നടത്തപ്പെട്ടു. മുതിർന്നവർക്ക് താലോലിക്കാൻ 10 ചെടികൾ. രാവിലെ എഴുന്നേൽക്കാനായി ഒരു കാരണം, ഇക്കിഗായ്. ഓണത്തിനോടനുബന്ധിച്ച് വിഷരഹിത പച്ചക്കറി സ്വന്തം വീട്ടിൽ ഉൽപ്പാദിപ്പിച്ച് അതുകൊണ്ട് ഓണസദ്യ ഒരുക്കണം എന്ന് തീരുമാനിപ്പിച്ചുറപ്പിച്ച ഒരു കൂട്ടം മുതിർന്ന പൗരന്മാർ. അതെ, അവർ നാടിൻ്റെ ആവശ്യത്തിനായി ഒരുമിച്ച് കൈകോർക്കുന്നവരാണ്, മുതിരുന്നവരാണ്. G3 സർട്ടിഫിക്കറ്റുള്ള രോഹിണി ആഗ്രോ സയൻസ് എന്ന് പറയുന്ന ആ കമ്പനിയുടെ ജൈവവളങ്ങളാണ് ഇതിൽ ഉപയോഗിക്കുന്നത്. 100% റിസൾട്ട് കാണിച്ചു കൊടുക്കുക എന്നതാണ് ഇത്തരുണത്തിൽ നടത്തുന്ന ഈ ചെറിയ പദ്ധതിയുടെ ഉദ്ദേശം. അതിനുശേഷം ഈ കൃഷി കൂടുതൽ ഭവനങ്ങളിൽ വ്യാപിപ്പിക്കുന്നതായിരിക്കും. ബട്ടർഫ്ലൈ ഫൗണ്ടേഷൻ്റെ ആസ്ഥാന മന്ദിരത്തിൽ ഈ വളം ഉപയോഗിച്ച് കൃഷി ചെയ്ത് ധാരാളം പച്ചക്കറികൾ വിളവെടുത്തതിൻ്റെ പരിചയത്തിൽ, അനുഭവ സമ്പത്തിലാണ് ഇത് തുടങ്ങിയിട്ടുള്ളത്. കൂടാതെ ഉപഭോക്തൃ കർഷക സമിതി ഈ വളം പരീക്ഷിച്ച് പ്രയോജനം കണ്ടിട്ടുള്ളതാണ്. ഹെവി മെറ്റൽസിൻ്റെ പോലും സാന്നിധ്യം ഈ വളത്തിലില്ല എന്ന് പോലും അവർ കണ്ടെത്തിയിട്ടുള്ളതുമാണ്. ഈ കൃഷിരീതി അവലംബിക്കുന്നവർക്ക് ഫാം ഗൈഡുകളുടെ സേവനം ലഭ്യമാക്കുന്നതാണ്. കൃഷിയിൽ മുൻപരിചയമില്ലാത്തവരെ കൂടി പ്രോത്സാഹിപ്പിക്കുന്നതിൻ്റെ ഭാഗമായാണ് ഫാം ഗൈഡുകളുടെ സേവനം ലഭ്യമായിരിക്കുന്നത്. കൂടാതെ മുതിർന്ന പൗരന്മാർക്ക് ശാരീരിക അധ്വാനം എളുപ്പമല്ലല്ലോ. ഇന്നിവിടെ ഡോക്ടർ അനിൽകുമാർ ജൈവ കൃഷിയെക്കുറിച്ച് പഠിപ്പിക്കാനായി എത്തിയിരിക്കുന്നു. ക്യാൻസർ രോഗികളെ റേഡിയേഷൻ ചെയ്ത് മനസ്സുമടുത്ത ജൈവ കൃഷി പ്രചാരകനായ ശ്രീ ജയകൃഷ്ണന്റെ ക്ലാസും വളരെ നന്നായിരുന്നു. ഒരു ഫാം ഗൈഡിന്റെ സഹായത്തോടെയാണ് ഇത് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഫാം ഗൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ ഓഫീസിൽ നടത്തുന്നവും ഡോക്ടർ അനിൽകുമാർ, അതുപോലെ ജയകൃഷ്ണൻ സാർ, ഈ ഇന്ദ്രിയെ എല്ലാവരും ഒരുമിച്ച് കൊണ്ടുപോകുന്നത് സീനിയറിനാണ് എല്ലാവർക്കും ഏറ്റവും സ്നേഹത്തോടെ സുഖിഭാഗം. നമ്മൾ ആരോഗ്യം നമസ്കരിക്കാം, ആരോഗ്യം നമ്മൾ നമസ്കരിക്കാം. ദൈവത്തിന്റെ മുമ്പിൽ, മാതാപിതാക്കളുടെ മുമ്പിൽ, ഗുരുക്കന്മാരുടെ മുമ്പിൽ, അല്ലേ? അങ്ങനെയല്ലേ നമ്മൾ നമസ്കരിക്കുന്നത്. അപ്പം എൻ്റെ ചുറ്റിലും ഇരിക്കുന്ന നിങ്ങളുടെ ഓരോരുത്തരെയും ഞാൻ കാണുന്ന ദേവികൾക്ക് മുന്നിൽ, ആദരവിന് മുന്നിൽ, ബഹുമാനത്തിന് മുന്നിൽ ഞാൻ വളരെ മനസ്സോടെ കൈകൊടുക്കുന്നു. എല്ലാവർക്കും നമസ്കാരം പറയുന്നു. എല്ലാവരും അതിൻ്റെ 2 സൈഡിലിരിക്കുന്ന ആൾക്കാർ കൈകൊട്ടി ഓരോ നമസ്കാരം തുടങ്ങി. ഇവിടെ ആരും വലിപ്പ് ചെറുപ്പമില്ല,
പഠിപ്പിക്കുന്നില്ല, പ്രസംഗിക്കുന്നില്ല, അധ്യക്ഷത്തില്ല, ഒന്നുമില്ല. നമ്മളെല്ലാവരും എങ്ങനെ വന്നിരിക്കുന്നത്? പ്രതികരിക്കാൻ, പഠിക്കാൻ, അറിയാൻ. ഇപ്പൊ സഹപഠിതാക്കളെ എന്നാണ് ഞങ്ങൾ എപ്പോഴും ഈ ഒരു കൂട്ടായ്മയിൽ അഭിസംബോധന ചെയ്യുന്നത്. അപ്പം സഹപഠിതാക്കളെ എല്ലാവർക്കും സ്വാഗതം, നമസ്കാരം. ഒരു ടീം സെന്റർ ഇന്ററാക്ഷൻ എന്ന് പറയുന്ന ഒരു മനഃശാസ്ത്ര ശാഖയിൽ ആരംഭം. ഞാൻ പറയുന്നത് പോലെ ആ ടീം സെന്റർ ഇന്ററാക്ഷൻ എന്ന മനഃശാസ്ത്ര ശാഖയിലേക്ക് കടന്നു വരുമ്പോൾ ഓരോ വ്യക്തിയും മാറ്റം ഉണ്ടാക്കുന്നു, അതുപോലെ തന്നെ ആ വ്യക്തി ചേരുന്ന സമൂഹത്തിലും മാറ്റമുണ്ടാകും. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഏതാനും ആൾക്കാർ എഴുതുന്നു, കാര്യങ്ങൾ വയ്ക്കുന്നു, ആഹാരങ്ങൾ പാടുന്നു. ഇവിടെ പബ്ലിക് ഫൗണ്ടേഷൻ സലഭത്തിന്റെ ചിന്തഘടന സലഭമാകാനുള്ളതാണ്. അപ്പോൾ പുഴുവിന്റെ ചിന്തഘടന പുഴുവാകാനുള്ളതാണ്, സലഭത്തിന്റെ ചിന്തഘടന സലഭമാകാനുള്ളതാണ്. അപ്പൊ ഈ പുഴു എങ്ങനെ സലഭമാകുന്നു? അതൊരു ജനിതക ആക്ടിവിറ്റിയാണ്. ഒരു പുഴുവിനെ സലഭമാകാമെങ്കിൽ എന്തുകൊണ്ട് മാനവരാശിക്ക് ആകെ തന്നെ ഈ പുഴു പ്രവണതയെ മാറ്റി ശലഭ പ്രവണതയിലുള്ള ഒരു മനുഷ്യ മാനവനായി എന്തുകൊണ്ട് മാറിക്കുക എന്ന് ചോദിച്ചതിൽ നിന്നാണ് ഞങ്ങൾ പബ്ലിക് ഫൗണ്ടേഷന്റെ ആൾക്കാർ ഈ സമൂഹത്തിലെ പുഴു പ്രവണതകൾക്കെതിരെ ശലഭ പ്രവണതയുള്ള ഒരു സമൂഹത്തെ വാർത്തെടുക്കുക, അങ്ങനെ ഒരു നവ സമൂഹ രചന സാധ്യമാക്കുക എന്നാണ് പബ്ലിക് ഫൗണ്ടേഷന്റെ ലക്ഷ്യം. 100% ജൈവ കൃഷിയുമായി ബന്ധപ്പെട്ട് പോകുന്നു. ഈ പ്രകൃതിയിൽ നിന്ന് എടുക്കുന്ന സാധനങ്ങൾ പ്രകൃതിയിലേക്ക് കൊടുക്കുക എന്നുള്ള അവിടെ ആ അദ്ദേഹത്തിന്റെ വളങ്ങൾ ഉപയോഗിച്ച് നല്ല ജൈവ കൃഷി ഉയർത്താൻ സാധിച്ചു എന്നാണ് ഞങ്ങൾക്ക് ഏറ്റവും വലിയ ഗുണം ഉണ്ടായത്. വരവൂര്, പുത്തൂര്, അതുപോലെ ചേലക്കര എന്നുള്ള സ്ഥലങ്ങൾ, വരവൂര് ഏകദേശം 56 ഏക്കർ സ്ഥലം ഞങ്ങൾ ജൈവ കൃഷി നടത്തുകയും ഈ മൂന്നും വളരെ സമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട് വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഒന്നിച്ച് ചേർന്നതാണ് ഭാവിയില് അത് വളരെ അത്യാവശ്യമുള്ള കാര്യമാണ്. നമുക്ക് രോഗങ്ങൾ, ക്യാൻസർ പോലുള്ള മാരക രോഗങ്ങൾ വർദ്ധിച്ചു വരുന്നു, അതിനെ സംബന്ധിച്ചുള്ള പഠനങ്ങൾ നടക്കുന്നു. ഇതെല്ലാം എത്തിച്ചേരുന്നത് അവസാനം നമ്മുടെ ഭക്ഷണത്തിലേക്ക് തന്നെയാണ്. അപ്പൊ തീർച്ചയായിട്ടും നല്ല ഭക്ഷണം, ജൈവ രീതിയിൽ കൃഷി ചെയ്ത ഭക്ഷണങ്ങൾ കൃഷി മനസ്സിലേക്ക് നടത്തുകയും അത് പ്രാവർത്തികമാക്കുകയും ചെയ്യുന്ന നമ്മുടെ ഞങ്ങൾ എഴുതിയ ഒരു പുസ്തകം അദ്ദേഹത്തിന് സമ്മാനമായി നൽകി. മണ്ണിലാണ് കൃഷി തുടങ്ങേണ്ടത്. അല്ല, മനസ്സിൽ കൃഷി തുടങ്ങി വേണം മണ്ണിൽ വരാൻ. മനസ്സാണ് നന്നാവേണ്ടത്, മണ്ണല്ല നന്നാവേണ്ടത്. അനുവദനീയമായ അളവിലൊക്കെ കൃഷി പറഞ്ഞത് കർഷകരെ മാത്രം ഉദ്ദേശിക്കുന്നതാണ്. നമുക്ക് കർഷകർ പോരാ. ജൈവം തന്നെയാണ് പറഞ്ഞില്ലേ, ജൈവ മനസ്സുള്ളവർ വേണം. ജൈവ മനസ്സില്ലാത്തവരെ കൃഷിക്ക് ഇറങ്ങിയാൽ ജൈവ കൃഷി ആകില്ല. ഫലപ്രദമായ വിഷയമാണ്. ഇന്ന് ഈ ഫോളൊക്കെ നിറഞ്ഞ് നമുക്ക് പുറത്തു വരെ ചേർന്ന ആ പരിസ്ഥിതി, ആ സാഹചര്യം, അതിൽ നിന്ന് നമുക്ക് ഈ പരിസ്ഥിതി എന്താ പറയാ, നമ്മുടെ ഈ കാലാവസ്ഥ നമ്മളെ രക്ഷിച്ചിരിക്കാം. ഇനി നമ്മുടെ ഈ പരിപാടിക്ക് നമ്മൾ തുടങ്ങുമ്പോൾ നമ്മൾ ആദ്യമേ പറയുക, നമ്മളിവിടെ ഓരോ വിഷയവും അവതരിപ്പിക്കാനായിട്ട് ഓരോരോ ആളുകളെ നിയോഗിച്ചിട്ടുണ്ട്. ആവുന്നത് വരയ്ക്കുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ പറഞ്ഞ് പഠിപ്പിച്ചിരിക്കും. ആ പഠനം കൊണ്ടാണ് നിങ്ങൾ നിങ്ങളുടെ വീടുകളിൽ പോയിട്ട് അവിടെ ചെടികൾ നടണം. അവിടെ ഈ ഓണക്കാലത്ത് വേണ്ട എല്ലാ പച്ചക്കറികളും തമിഴ്നാട്ടിൽ നിന്നും മറ്റുള്ള ഇതര സ്റ്റേറ്റുകളിൽ നിന്നും കയറി വരുന്ന ലക്ഷക്കണക്കിന് വരുന്ന മാലിന്യ വസ്തുക്കളും മാലിന്യം നിറഞ്ഞതും എന്താ പറയാ മാരകമായ രോഗങ്ങൾ പിടിക്കുന്നതായിട്ടുള്ള ആ വസ്തുക്കളെല്ലാം നമ്മൾ ഉപേക്ഷിക്കാനുള്ള ഒരു ചെറിയ കാൽവയ്പ്പാണ് നമ്മുടെ ഈ കാൽവയ്പ്പ്.
കേരളത്തിന് മുഴുവൻ അറിയപ്പെടുന്നു, കേരളത്തിന് മുഴുവൻ വ്യാപിപ്പിക്കുന്നു. ഇവിടെ മാത്രം കൊണ്ട് നിൽക്കുന്നില്ല, ഇപ്പൊ തൃശ്ശൂർ ജില്ലയിൽ തുടങ്ങുന്നു. ഈ ഒന്ന് രണ്ട് ഈ അടുത്ത ഈ ഓണത്തിന് വേണ്ട യോജിപ്പിക്കൊണ്ടാണ് ഉപഭോക്തൃ കർഷക ഏകോപന സമിതിയും നമ്മുടെ ഈ മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി ബട്ടർഫ്ലൈ ഈ രണ്ട് സംഘടനയും കൂടി ഒപ്പിച്ച് വളരെ 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 വാശിയോട് തന്നെയാണ് മുന്നേറുന്നത്. എന്താ ലിബിയ എന്നീ രാജ്യങ്ങളിൽ അവരുടെ ക്ഷണം സ്വീകരിച്ച് അതായത് കൃഷിയെ കുറിച്ച് സംസാരിക്കാനായിട്ട് ക്ഷണിതാവായിട്ട് കഴിഞ്ഞ അടുത്ത ദിവസങ്ങളിൽ പോയിട്ടുള്ള ഇതാണ്. മെഡിക്കൽ കോളേജിലാണ് വർക്ക് ചെയ്യുന്നത്. നമ്മള് ഇന്ന് രണ്ട് സെക്ഷനായിട്ടാണ് ഉദ്ദേശിക്കുന്നത്. ഒന്ന് കോമണായിട്ട് എന്താണ് ഓർഗാനിക് ഫാമിംഗ്, എന്തൊക്കെയാണ് ചെയ്യുന്നത്, അധ്യക്ഷൻ സാർ ആദ്യം ക്ലാസ്. അതിനുശേഷം എങ്ങനെയാണ് ഉത്പാദനം വർദ്ധിപ്പിച്ചുകൊണ്ടുള്ള കൃഷി രീതി, ജൈവ കൃഷി രീതി, അതാണ് ഭയങ്കര ഇമ്പോർട്ടൻറ്റ്. എല്ലാവരും ജൈവ കൃഷി എന്ന് പറയുന്നത് എന്താണ് ജൈവ കൃഷി എന്നുള്ളത് നോക്കിയിട്ട് റേഡിയോഗ്രാഫറാണ്, ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് കൊല്ലത്ത് ജൈവ കൃഷി പ്രചാരകനാണ്, ഓർഗാനിക് ഫാമിംഗില് ഡിപ്ലോമ എടുത്തിട്ടുണ്ട്, സ്കൂൾ ഓഫ് ലൈഫ് ലോങ് ലേണിംഗ് യൂണിവേഴ്സിറ്റിയിൽ ചെയ്യുന്നതാണ്. ജൈവ കൃഷിയില് ഏറ്റവും കൂടുതൽ അതൊരു ജീവിതചര്യയായിട്ട് എടുത്തിട്ട് അത് പ്രോത്സാഹിക്കാനായിട്ട് നമ്മളൊപ്പം ഉപയോഗിക്കുന്ന ജയകൃഷ്ണൻ സാറിനെ നേരെ സ്നേഹാദരങ്ങളോടുകൂടി ചെയ്യും. എല്ലാവർക്കും നമസ്കാരം. എന്നെ പരിചയപ്പെടുത്തി പേര് ജയകൃഷ്ണനാണ്. സ്ഥലം കൊല്ലം ജില്ലയിലെ കോയിലർ പറയുന്നത്. ഞാൻ പഠിച്ചത് ക്യാൻസറിന്റെ റേഡിയേഷൻ ചികിത്സയാണ്. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കുടിക്കുന്ന വെള്ളവും ശ്വസിക്കുന്ന വായുവും ഒക്കെ വിഷമയമായി മാറി. മണ്ണിന്റെ സന്തുലിതാവസ്ഥയെ മാറ്റാതെ സ്വതന്ത്രമായി എങ്ങനെയാണോ പണി ചെയ്തുകൊണ്ടിരുന്നത് അതേപോലെ തിരിച്ചു കൊണ്ടുവരിക. അപ്പൊ മണ്ണിന്റെ മനുഷ്യന്റെ ജീവൻ സംരക്ഷിക്കുക, മറ്റുള്ള മൃഗാദികളുടെ ജീവൻ സംരക്ഷിച്ചുകൊണ്ടുള്ള കൃഷി രീതിയാണ് ജൈവകൃഷി. അതാണ് ജൈവകൃഷി. അപ്പൊ അവർക്ക് തിരിഞ്ഞൊരുക്കും ഒരേക്കറത്തേക്ക് വളർത്തുന്നത് കൃഷി. അപ്പൊ അവർക്ക് തിരിഞ്ഞൊരുക്കും സുഖിച്ച് സുഖ ക്ലാസ്സിൽ വീട്ടിൽ വന്ന് ഭക്ഷണം കഴിച്ച് സുഖം കൂടിയിരിക്കണം. അപ്പത്തന്നെ ഈ വീട് വെച്ചു ഞാനുണ്ടാവും 23 നടത്തുക ഇരിക്കാൻ പറഞ്ഞാൽ വെള്ളം കളിക്കുമ്പോൾ അത് തോന്നും. ഇപ്പൊ ഞാൻ ആകാൻ കേൾക്കാം ഒരു 19 ജാതിണ്ട്, 19 തെങ്ങുണ്ട്, ഇതിനൊക്കെ എങ്ങനെ പരിപാലിക്കാറുള്ളത് ഇരിക്കില്ല. അപ്പൊ ഇവിടെ വന്നപ്പോ അതുകൊണ്ട് ഞാൻ മെഡിസിനെ കുറിച്ചുകൊണ്ട് മാത്രമല്ല, അമേരിക്ക കുറിച്ചുകൊണ്ട് മാത്രമല്ല, ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ നമ്മുടെ വീട്ടിൽ കുറച്ച് വീടുണ്ടായിരുന്നു പരിപാലിക്കാറും. പിന്നെ പച്ചക്കറി ചെയ്യുന്ന ആഗ്രഹം എന്റെ ഭാര്യ ദേശീയ കൃഷിന്റെ ഓഫീസർ, അവർക്ക് ഇതിനെ കുറിച്ച് കാണാതറിയില്ല. അത് പണ്ട് കസർ ആൾക്കാർ കൃഷിയോട് ഭയങ്കര താല്പര്യം. മനുഷ്യൻ നിങ്ങൾ ഫുൾ കേട്ടുപോയോ ഞാൻ ചെയ്തോ എന്നാണ് പറഞ്ഞത്. അപ്പൊ എന്റെ രീതിയിൽ വളരെ പരമ്പരായി സംഘടിപ്പിച്ച യൂത്തിലേക്കും പിന്നെ അതുപോലെ നമ്മുടെ ഈ ജൈവ സംരക്ഷണ സമിതിക്കും രോഗിണി സയൻസിനെ കുഞ്ഞു പ്രശ്നത്തെ എല്ലാവർക്കും നന്ദി. എനിക്ക് വളരെ ഫലപ്രദമായി. നിങ്ങൾക്ക് എന്ത് സംശയമുണ്ടോ സാറിനോട് നമുക്ക് കഴിക്കാം. 15, 30, 40 സെന്റ് 3 സ്ഥലത്തായിട്ട് ഒരു നല്ലൊരു സ്ഥലത്ത്. അപ്പൊ ഞാൻ തമാശക്ക് ഇങ്ങനെ വീട്ടിലെ പച്ചക്കറികളൊക്കെ ചെയ്യാന്നുള്ളതിൽ എനിക്ക് തോന്നി. ജയശ്രീ ടീച്ചറോടൊപ്പം വർക്ക് ചെയ്യുന്നതാണ്. ജയശ്രീ വിളിച്ചിട്ട് വന്നത് പിന്നെ മെസ്സേജ് കണ്ടു. കഴിഞ്ഞ വർഷം ഞാൻ അറ്റൻഡ് ചെയ്തിരുന്നു. ഇത് കൃഷി സംബന്ധമായിട്ടുള്ള ഒരു കാര്യമായിട്ട് ഞാൻ
കാലത്ത് വന്നത്. ഹസ്ബൻഡ് അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് റിട്ടയർ ചെയ്ത ആൾ തന്നെയാണ്. ഫുഡ് എല്ലാവർക്കും എന്താ പറയുക ഫൗണ്ടേഷന്റെ പേരിലും ഗോത്ര സമിതിയുടെ പേരിലും നന്ദി രേഖപ്പെടുത്തുന്നു. ജൈവ കൃഷി നടത്തുന്ന എല്ലാ കർഷകരെയും പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് ഈ ഹരിതമുറ്റം എന്ന പരിപാടിയുടെ ലക്ഷ്യം. വിഷരഹിത ഭക്ഷണത്തിനു വേണ്ടി നമുക്കെല്ലാവർക്കും കൈകോർക്കാം, അല്ലേ? ഈ ചെറു പൂമ്പാറ്റകളുടെ ചിറകടി ഭാവിയിൽ ലോകം മുഴുവൻ പരക്കട്ടെ. പച്ചക്കറി കൃഷി ഒരു ബിസിനസ് ആകാതിരിക്കട്ടെ. വിഷരഹിത പച്ചക്കറികൾ മാത്രമേ ഉപയോഗിക്കൂ എന്ന് നമുക്ക് ഒന്നിച്ച് പ്രതിജ്ഞയെടുക്കാം.